ഹലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്? ഞാനൊരു ജോലിക്ക് നിൽക്കില്ലേ ഇവിടെ? ഞാനിവിടെ ഫോണും കളിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മോലാളി വന്നു കഴിഞ്ഞാൽ പറയത്തില്ലയോ ഞാൻ ഫോണും കളിച്ചോണ്ടിരിക്കുക, ജോലി ചെയ്യത്തില്ലെന്ന്? ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത്, എനിക്കത് ഇഷ്ടമല്ല. ആഹാ, പിന്നെ കള്ള വന്നു. അയ്യോ, ഈ ചുവന്ന ചുരിദാറിട്ടിരിക്കുന്ന ചേച്ചിയുടെ കുത്തിയുള്ള നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാമകനെ വിളിച്ചാന്ന് തോന്നല്ലോ. കാമകനെയൊന്നും അല്ല വിളിച്ചത്, എൻ്റെ കെട്ടിയവനെ വിളിച്ചതാ, സുജിത്ത് കുട്ടൻ. ഇപ്പൊ എന്തിനാ വിളിച്ചതെന്നറിയാമോ? പരാതി പറയാൻ വിളിച്ചതാ. എന്റെ ദൈവമേ, എന്റെ അച്ഛനും ഈ ചേട്ടനും കൂടെ ചേരത്തേയില്ല, എന്നും വഴക്കാ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മായിമ്മപ്പോരല്ലായിരുന്നു ചേച്ചി, ഇപ്പൊ അങ്ങനല്ല, അമ്മായിപ്പം പോരാ വീട്ടിൽ നടക്കുന്നത്. ഈ പരാതി പറയാനെങ്ങാണ് ഇയാൾ വിളിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വണ്ടിയും വിളിച്ച് അയാൾ ഇവിടെ വരും പരാതി പറയാൻ. ഈ പരാതിയും പറഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണം? വണ്ടിക്കൂലിക്കും ചെലവിനും കാശ് കൊടുത്ത് വിടണമെണ്ണ. ചുരുക്കി പറഞ്ഞ എൻ്റെ വിജുക്കുട്ടണ്ണ ഒരു കാര്യം അറിയാവോ? ഈ പരാതി കേൾക്കാൻ വേണ്ടി ഒരു മാസം എനിക്ക് 3500 രൂപ ചെലവാ. ദൈവമേ, എന്റെ അച്ഛന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. ഈശ്വരോ, വീട്ടിൽ നിന്ന് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്, അല്ലേ അച്ഛൻ ഇങ്ങനെ ഓടി വരത്തില്ല. ഇത്രയും തുമ്മിക്കാണിക്കാൻ വേണ്ടിയാണോ ഇത്രയും ദൂരത്തുനിന്ന് ഇങ്ങോട്ട് ഓടി വന്നേ? ആര് തുമ്മിയടി? എടി, ഞാൻ അച്ചാച്ചൻ എന്ന് പറഞ്ഞതില്ലേ? എന്നാ അച്ചാച്ചന്റെ മീശക്ക് എന്താ പറ്റിയ അച്ചാച്ചൻ? അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സിഗരറ്റ് കത്തിച്ചതാ. ഇങ്ങനെ ചുണ്ടിനടുത്ത് വെച്ചപ്പോ ആളി ഒരു കത്തടി. മൊത്തത്തിൽ കത്തായി പോകാൻ കാര്യമായി. അച്ഛൻ എന്തു അച്ഛൻ ഇപ്പൊ ഓടി ഇങ്ങോട്ട് വന്നേ? എന്താ കാര്യം? അവൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളമാന്ന്. അച്ഛാ, നിങ്ങൾ രണ്ടും കൂടെ വഴക്കുണ്ടാക്കിയിട്ടാണോ ഓടി ഇങ്ങോട്ട് വന്നേ? എന്തുവായിരുന്നു കാര്യം എന്ന് പറയാനാ ഞാൻ ചോദിച്ചത്. എനിക്ക് അവന്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ലടി കൊച്ചേ. എന്തോ ചെയ്യാനാന്ന് പറയും. ഈ വീട്ടിൽ കിടന്ന് ഇവർ രണ്ടും കൂടി വഴക്കുണ്ടാക്കുന്ന കാരണം കൊണ്ടല്ലോ നാട്ടുകാരെ കൊണ്ട് എനിക്ക് അങ്ങ് ശല്യമാ. എന്തുവാ എന്റെ അണ്ണൻ പാവമാ, അറിയാമോ? ആര് പറഞ്ഞടി? ഇത്രയും നാളും അവന്റെ പേര് സൂയിത്തൂട്ടൻ താന്നാ ഞാൻ അറിഞ്ഞത്. ഇപ്പോഴെങ്ങനെ അവന്റെ പേര് പെട്ടെന്ന് ബാബുന്നാക്കിയത്? ബാബുന്ന് പേരൊന്നല്ല പറഞ്ഞത്, എന്റെ അണ്ണൻ പാവമാ, എനിക്കറിയാന്നാ പറഞ്ഞത്. പിന്നെ അവൻ പൂലോ ഭാര്യയാ. പിന്നെ എന്തുവാ ഇപ്പൊ കുഴപ്പം? എടി, അവന്റെ സ്വഭാവം മഹാപെശക. നിനക്കറിയത്തില്ല, എന്നും വൈകുന്നേരം ആവുമ്പോ ഇവനുണ്ടല്ലോ വൈകുന്നേരം തുളസിയായിട്ടാ വീട്ടിൽ വരുന്നത്. എന്റെ തമ്പുരാനെ, ഞാൻ വീട്ടിലില്ലാത്തപ്പോ ഈ മനുഷ്യൻ എന്തുവാ കാണിക്കണ്ടേ? അയ്യോ, എന്റെ കെട്ടിയോ പഠിച്ചു പോയോ? അച്ഛാ, ആരാച്ചാ ഏതവളെ കൊണ്ട് അച്ഛൻ കയറി വരുന്നത്? അച്ഛാ, എന്റെ ചേട്ടൻ ഏതവളെ കൊണ്ട് ചേതവളാച്ചാ. ഈ വളവളയൊന്ന് നിർത്ത. എടി കൊച്ച, ഞാൻ പറഞ്ഞത് വൈകുന്നേരം ആവുമ്പോ ഇവനുണ്ടല്ലോ കുറച്ച് തുളസിയിലയും പറിച്ചോണ്ട് വന്ന് വെള്ളം തിളപ്പിച്ച് കുടിക്കുവാന്ന്. അതായിരുന്നു അച്ഛൻ ഈ മനുഷ്യനെ കൊല്ലുന്ന രീതിയിലുള്ള സംസാരം സംസാരിച്ചത്. ഞാൻ വിചാരിച്ചു ഏതായാലും പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വീട്ടിൽ വരുമായിരിക്കും. അതിനുള്ള ബുദ്ധി എന്താ കിഴങ്ങനില്ലടി? പോകുന്ന വഴിക്ക് 2.5 കിലോ കിഴങ്ങ് മേടിച്ചോണ്ട് പോണെന്ന് പറയുമായിരുന്നു. അച്ഛനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടുന്ന് 2 മാസത്തിൽ 2 ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഈ സമയം മൊത്തം ഉണ്ടല്ലോ ഒരു പെണ്ണുങ്ങളെ പോലെ എന്റെ വീട്ടിൽ കിടന്ന അണ്ണൻ ജോലി എടുക്കുക. നിന്റെ അമ്മ പണ്ട് പണിക്ക് പോകുന്ന സമയത്ത് ഞാനായിരുന്നു വീട്ടിലെ ജോലിയൊക്കെ ചെയ്തോണ്ടിരുന്നത്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടറിയാം. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. അണ്ണൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് 3 നേരം ഞങ്ങൾ വായിക്ക് രുചിയായിട്ട് അങ്ങോട്ട് തിന്നുന്നത്. വായിക്ക് രുചിയായിട്ട് എന്താ കഴിക്കുന്നത്? എന്തുവാ അവൻ വെക്കുന്ന എന്തായാലും കൊള്ളാം. വായി വെച്ച് കൊട്ടാൻ കൊള്ളാം. അവിടെ അവൻ ഉണ്ടാക്കി. അച്ഛൻ പറയുന്നേ കേട്ടോ. അണ്ണൻ അങ്ങനല്ല ചേച്ചി എന്നോട് പറയുന്നത്. അണ്ണനൊരു മീൻകറി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ മുള്ളു വരെ ഈ അച്ഛൻ തിന്ന് തീർക്കുമെന്ന്. അത് നേരെ കേട്ടോ. മീൻ മൊത്തം പിറക്കി തെന്നും മുള്ളു മാത്രം ബാക്കി വെക്കും. ആ മുള്ളു ഞാനെടുത്ത് തിന്നുന്ന കാര്യമായിരിക്കും അവൻ നിന്റെ അടുക്കാൻ പറഞ്ഞത്. നിനക്ക് വേറൊരു കാര്യം അറിയാമോ? എടി, ഞാൻ ഈ മീൻ മുള്ള തിന്ന് എനിക്കിപ്പോ മൂത്രത്തിൽ കല്ലല്ല, പിന്നെ മൂത്രത്തിൽ മുള്ള എന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ അച്ഛ, അണ്ണൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എനിക്ക് അണ്ണനെ നല്ലപോലെ അറിയാം. അണ്ണൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനല്ല. അവിടെ ഭർത്താവിനെ കണ്ടപ്പോ ഞാൻ അവക്ക് പിന്നെ ഔട്ട്. ഞാനിവിടെ ഔട്ട് അല്ലടി. അച്ഛൻ തവിട്ടോ? ഔട്ടെന്നല്ല പറഞ്ഞു. എടി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ശമ്പളം മേടിക്കാൻ വേണ്ടി വന്നതാ. അതിന് അച്ഛനല്ലല്ലോ ഇവിടെ ജോലി ചെയ്യുന്നത്, ഞാനല്ലേ ജോലി ചെയ്യുന്നത്. എടി, അതാ പറഞ്ഞത്. ഞാൻ നിന്റെ ശമ്പളം മേടിക്കാൻ വന്നതെന്നാ പറഞ്ഞത്. മനസ്സിൽ വെച്ചാ മതി. 10 പൈസ ഞാൻ തരത്തില്ല. 10 പൈസ ആർക്ക് വേണ്ട പടി? എടി, ഒരു 500 രൂപ ഇങ്ങോട്ട് താടി. പിന്നെ 500 രൂപ എടുത്തങ്ങ് വെച്ചാൽ ഒരു 500 രൂപ താടി. എന്റെ കയ്യിലല്ല. പൈസ തന്നില്ലെങ്കിൽ വേണ്ട. ആരാണ്ട് ഷാർജയും കൊണ്ട് വരുന്നുണ്ട്, അതെങ്കിലും ഒരു ഗ്ലാസ് മേടിച്ചു. ഷാർജ ഒന്നും അല്ല, വേറെ ഏതാണ്ടാ. അയ്യോ, അണ്ണനാന്നല്ലേ വരുന്നേ. ദൈവമേ, ഇതെന്താ കോടാലിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നേ? കൊള്ള. എടി, ഒരു കൊച്ചു പിച്ചാത്തി പോലും കൈ കൊണ്ടെടുക്കാത്ത അവൻ ഇനി കോടാലി എടുത്തോണ്ട് വരാൻ. എന്റെ ദൈവമേ, എന്തോതിനാണ് അയാൾ? എനിക്ക് മനസ്സിലായി കാര്യം എന്തോന്ന് മനസ്സിലായി. ഇവന് എന്നെ കുറിച്ച് എന്താണ്ട് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അവൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറിക്കും. ഇവൻ എന്നെ കുറിച്ച് എന്താ പറയുന്നതെന്നൊന്നും അറിയണമല്ലോ. ഈ കൊട്ടാരത്തിനോട് പോവാ. എടി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് പുഴുങ്ങുമല്ലേ? അപ്പൊ ഇത് ഓരോന്ന് നിന്നോണ്ടിരിക്കാം.
മര്യാദക്ക് ഇവിടെ വെച്ചിട്ട് പോകണം. ഇതൊക്കെ കണക്കുള്ളതാ. വെച്ചിട്ട് പോച്ചാ അങ്ങോട്ട്. ഇവനും അവനും ഒക്കെ കണക്കാൻ തന്നെ. എന്തോ ഒരു നാശം പിടിച്ച കാര്യമാണ്. അണ്ണന്റെ ഒരു കാലം ചെരുപ്പം തീയണം. ഓ, അതിങ്ങോട്ട് ഇറങ്ങാനുള്ള തീർത്തിക്ക് പെര പൂട്ടിയില്ലേ? അപ്പൊ ഒരു ചെരുപ്പ് പെരക്കാത്തായിപ്പോയി. എന്നിട്ട് ആ പെരക്കകത്ത് എടുത്തോണ്ട് വന്നില്ലയോ? ഓ, ഇനി അത് താഴിട്ട് തുറന്ന് അകത്ത് കയറി ആ ചെരുപ്പൊക്കെ എടുത്ത് എപ്പ ഇങ്ങോട്ട് വരാനാണ്? എന്നാലും മടിയാന്ന് നിങ്ങൾ പറയരുത്. എനിക്കോ? എന്തിനാ ചാരുതേന്നും പറഞ്ഞോട്ട് കയറി വന്നേ? നിന്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല സാരഥേ. അണ്ണന്റെ കട്ടിലും പായും തലാണയൊക്കെ എടുത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരഥേ, എന്തുകൊണ്ടാ? നിന്റെ അച്ഛൻ എന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന കാര്യം നിന്നോട് പറയാൻ വന്ന നിന്റെ ഭർത്താവായ സുജിത്ത് കുട്ടന്റെ മുഖത്ത് നോക്കി ഈ കട്ടിലിന്റെ കോമഡി അടിച്ചാൽ എനിക്ക് ചിരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല സാരഥേ ഞാൻ. ഓ, ഈ പറഞ്ഞത് കേട്ട് ഇവിടെ എല്ലാരും അങ്ങ് ചിരിച്ചു. സാരഥേ, എന്തുവാണ്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് പറയാൻ? അച്ഛൻ എന്നോട് ചെയ്യുന്ന ദ്രോഹം നിനക്ക് അറിയാവോ സാരഥേ? എന്തോ ചെയ്യുന്ന അണ്ണന്? സുഗമോ ദേവി സീരിയൽ എന്നെ കാണിച്ചിട്ട് 2.5 ആഴ്ച. പെണ്ണുങ്ങളൊക്കെ ഇവിടെ നോക്കിയിട്ട് ചിരിക്കുന്ന ആണുങ്ങൾ ഇങ്ങനെ സീരിയൽ കണ്ട് ചിരിക്കണ്ട. തിരിച്ച് എന്നെ കളിയാക്കുമെന്ന്. അത് മാത്രമാണോ? പിന്നെ എന്തുവാ? നിന്റെ അച്ഛന്റെ ആട്ടുതുപ്പും ഞാൻ സഹിക്കാം. ഇപ്പൊ നിന്റെ അച്ഛൻ കാരണം നാട്ടുകാരും എന്നെ തെറി വിളിച്ചു തുടങ്ങി സാരഥേ. അതെന്തോ എന്നെ തോക്കേടാ? എന്റെ അണ്ണനെ നിങ്ങൾ എന്തിനാ തല്ലി വിളിക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അച്ഛൻ വീട്ടിലായിരുന്നു കുളിച്ചോണ്ടിരുന്നത്. ഇപ്പൊ പുള്ളി പുതിയൊരു പരിപാടി തുടങ്ങിയേക്കുവാ. കൊത്തു പൊറോട്ട പോലിരിക്കുന്ന ഒരു തോർത്തുണ്ട് ഈ പുള്ളിക്കാരൻ. അതുവെടുത്ത് ഉടുപ്പില്ലാതെ ഒരു കട്ടൻ പീടിയും വലിച്ച് അപ്പുറത്തെ തോട്ടിപ്പോയി 3 മുങ്ങും. എന്നിട്ട് 1 കിലോ കാര്യമായിട്ടാ ഈ മനുഷ്യൻ കേറി വരുന്നത്. മീൻ പിടിക്കാൻ പോകുന്നല്ലോ. പാവം പിടിച്ചോണ്ട് വരട്ടെന്നാ. എടി, ആ തോർത്ത് മുഴുവൻ ഊട്ടയാണ്. ഓരോ മുങ്ങിനും ഓരോ ഊട്ടയിൽ ഓരോ കാരി വെച്ച് കയറും. ആ കാര്യമായിട്ട് വന്നിട്ട് ഞാൻ അമ്മയിൽ അരച്ച് കറി വെച്ച് കൊടുക്കണം സാരഥേ. അത് മാത്രമല്ല, ഈ മീനും പിടിച്ചോണ്ട് ഇവിടെ അച്ഛൻ തോർത്തു കൊടുത്തോണ്ടൊരു വരവുണ്ട്. എങ്ങനെയുണ്ടെന്നാ കാണാന്? പഞ്ചറൊട്ടിക്കാൻ വേണ്ടി ട്യൂബിനകത്ത് ഈർക്കിൽ കുത്തി വെച്ചേക്കുന്ന കണക്ക് കാരി തോർത്തിനകത്ത് ഇങ്ങനെ ഇരിക്കും. അതും പിടിച്ചു വെച്ചോണ്ടാ ഇവിടെ അച്ഛൻ വരുന്നത്. ഇതൊക്കെ ഞാൻ നിന്നോട് എങ്ങനെ പറയും സാരഥേ? അണ്ണാ, ഒരു കാര്യം ചെയ്യണം. മീൻ പിടിച്ചോണ്ട് വരുന്ന അണച്ചിട്ട് മീനൊക്കെ കറിയൊക്കെ വെച്ച് അങ്ങോട്ട് എടുക്കണം. നമുക്ക് അപ്പുറത്തോട്ടങ്ങനെ. അച്ഛൻ ഇങ്ങനെ മീൻകറിയൊക്കെ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വടക്കും വെക്കാനൊക്കെ അങ്ങ് തീരും. അതൊക്കെ അങ്ങോട്ട് പോട്ടെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ പെരയുടെ പുറകെ കാട് കളിച്ച് നിന്ന് അണ്ണൻ ഇതെല്ലാം വെട്ടി കളഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞിട്ടില്ലേ വന്നേ അണ്ണൻ്റെ അടുത്ത്? എന്റെ കൈവയ്യായിരിക്കുന്ന കാര്യം നീ മറന്നോ സാരഥേ? കൈക്ക് എന്താ പറ്റി അണ്ണന്റെ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വരെ അണ്ണന്റെ കൈക്ക് ഒരുപാട് പോയില്ലായിരുന്നല്ലേ? അയ്യോ, ഇന്നലെ ഇച്ചിരി ചോറുണ്ടതാണ്. സാധാരണ ചെറിയ ഉരുള ഉരുട്ടിയാണ് ഞാൻ ചോറിയിരുന്നത്. ഇന്നലത്തെ ഉരുള അല്പം കൂടിപ്പോയി. വലിയൊരു ഉരുളയായിപ്പോയി ഉരുട്ടിയത്. ആ ഭാരം താങ്ങാൻ പറ്റാതെ എന്റെ കൈ ഒരു വശത്തോട്ട് ചരിഞ്ഞ് ഉളുക്കിയിരിക്കുകയാണ്. കാട് വെട്ടാൻ പറഞ്ഞപ്പോ പറയുന്ന ന്യായം കേട്ടോ. കാട് നിങ്ങൾ വെട്ടണ്ട. ചോറ് തിന്നുന്ന നമുക്ക് മര്യാദ കാണിച്ചു കൂടെ നിങ്ങൾക്ക്? എന്റെ എങ്ങനെ മര്യാദ കാണിക്കും? എന്തുവാ? നിന്റെ അച്ഛന്റെ ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ നാണം കെടും. ഇപ്പൊ പുതിയ എന്തുവാ? നീ പേടിക്കുന്ന പൂതിയൊന്നും അല്ല. മെട്രോ ട്രെയിനിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളിക്ക് കറങ്ങണമെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനെന്തോ കുഴപ്പം? പ്രായമുള്ള മനുഷ്യരില്ലയോ? മെട്രോയിലോട്ട് അങ്ങോട്ട് കൊണ്ട് കയറ്റി എന്തുവാ കുഴപ്പം? മെട്രോയിൽ കയറ്റുകയും ചെയ്ത് ഞാൻ നാണം കെട്ട് നാറുകയും ചെയ്തു. അതിന്റെ നാണം കെട്ട് നാറുന്നേ? മെട്രോയിൽ കയറി ഞാനും ഇവിടെ അച്ഛനും കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഈ മെട്രോയിൽ ഒരു പെണ്ണൊരു സംഭവം അനൗൺസ് ചെയ്യുമല്ലോ. നെക്സ്റ്റ് സ്റ്റേഷൻ കടവന്ത്ര. നിന്റെ അച്ഛൻ ചാടി എഴുന്നേറ്റിട്ട് പറയും, എനിക്ക് 5 ലക്ഷം ഉള്ള ആരെങ്കിലും സഹായിക്കാവോ? അങ്ങനെ പറഞ്ഞു. കടവന്ത്ര എന്ന് പറഞ്ഞപ്പോ അങ്ങേര് കടവത്രയെന്നാ കേട്ടത്. നാണം കെട്ട് നാറിയില്ല ഞാൻ. എന്റെ അണ്ണൻ ഇങ്ങനെ നാണം കെട്ട് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അണ്ണൻ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം എല്ലാം എന്തുവാ? പണിക്ക് പോകാനല്ലേ പറഞ്ഞത്? കക്കാനും മോട്ടിക്കാനും പോവാൻ ഞാൻ പറഞ്ഞോണ്ണ ഞാന് എന്റെ കഴുത്തുളുക്കിയിരിക്കുന്ന നിനക്ക് അറിയില്ലേ സാരഥേ? എന്റെ ദൈവം തമ്പുരാനെ, 8 വർഷം മുമ്പ് ഇയാള് കുളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പുറകിൽ അണ്ണാന്നൊന്ന് വിളിച്ചു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉളിക്കെന്നും പറഞ്ഞ് അന്ന് മുതൽ പണിക്ക് പോകാതിരിക്കുന്ന മനുഷ്യനായി. എന്നാലും മടിയാന്ന് നിങ്ങൾ പറയരുതണ്ണ. എന്റെ മടിയൊക്കെ എന്തോ മടി. നിന്റെ അച്ഛന്റെ മടി. ആ മടി കണ്ടിട്ടുണ്ടോ സാരഥേ? പിന്നെ എന്റെ അച്ഛന്റെ മടിയിൽ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുഞ്ഞിൽ. ആ മടിയല്ല, പിന്നെ മറ്റേ മടി. കാലയിലെ നഖര് വെട്ടാൻ മടിയുള്ള ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഒരു എലിയുടെ മാളമുണ്ട്. അവിടെ കൊണ്ടേ നീ കാല് വെച്ചു കൊടുക്കും. പാവം എലി. കപ്പയാന്നും പറഞ്ഞ് അയാളുടെ നഖരി നിന്നിട്ടാ എലി പോകുന്നത്. എലിയെ കൊണ്ടാ നിന്റെ അച്ഛൻ നഖം വെട്ടിക്കുന്നത്. അറിയാവോ?
എടാ നീ പറഞ്ഞേക്ക ഞാൻ അവിടെ നിന്ന് കേട്ടടാ. എന്റെ ഭഗവാനെ, വിഭാണ്ടകൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്നടാ. ആരറിഞ്ഞ്? എടാ നിനക്ക് പോലും ഞാൻ തിന്നാൻ തരുന്നില്ല, പിന്നെ എലിക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു സാറിന്? എനിക്ക് പോലും നിന്റെ അച്ഛൻ ഒന്നും തരത്തില്ല. സുഗമോദേവി നിങ്ങള് സുഗമോദേവി സീരിയൽ പോലും നിന്റെ അച്ഛനെ കാണിക്കത്തില്ല. ഞാനിപ്പോ എന്താ പറയുക, അച്ഛനില്ലയോ കാണിക്കാത്ത? ഞാൻ എന്തോ ചെയ്തെന്നാ? എടി കൊച്ച, ഇവന്റെ ഈ കാര്യങ്ങളൊന്നും നിനക്കറിയാൻ വൈകിട്ടാ. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ ഇവന് എനിക്കൊരു ബീഫ് പോലും മേടിച്ചു തരത്തില്ല, അറിയാം നിനക്ക്. അണ്ണാ ഞായറാഴ്ച ദിവസം ഇച്ചിരി ബീഫ് വാങ്ങിച്ചു കൊടുത്ത് എന്താണ് കുഴപ്പം അച്ഛന്? എടി നിന്റെ അച്ഛന് മുടിഞ്ഞ കൊളസ്ട്രോളാ. ആര് പറഞ്ഞാ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്? എനിക്ക് എവിടെയാണ് കൊളസ്ട്രോൾ ഉള്ളത്? എവിടാ കൊളസ്ട്രോൾ ഇല്ലാത്ത? എവിടെയാണ് കൊളസ്ട്രോൾ ഉള്ളത്? നിങ്ങളൊന്ന് നോക്കിയേ. കഴിഞ്ഞ ആഴ്ച കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ലാബിൽ കൊണ്ടുവന്നു. കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ചോര എടുത്തപ്പോ ചോരക്ക് പകരം ശ്രിഞ്ചിനകത്ത് നെയ്യാണ് കേറിയത്. അത് കണ്ട നേഴ്സ് ബോധം കെട്ട് വീണ്. അത് കഴിഞ്ഞപ്പോ ഒരു നെയ് കമ്പനിക്കാർ എന്നെ വിളിച്ച് 2 മാസത്തേക്ക് നിന്റെ അച്ഛനെ കൊടുത്താൽ നെയ്യ് എടുത്തിട്ട് 2 ലക്ഷം രൂപ നമുക്ക് തരാം. എന്നിട്ട് 2 ലക്ഷം രൂപക്ക് ഞാൻ വില പറഞ്ഞുറപ്പിച്ച മുതലായി നിന്ന് കീച്ചു. അങ്ങനെ എന്റെ നെയ്യെടുത്ത് നീ അങ്ങനെ കാശ് ഉണ്ടാക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കൊളസ്ട്രോൾ ഒക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ബീഫ് കഴിക്കരുത്. പിന്നെ ബീഫ് ഞാൻ തോന്നുമ്പോ പിന്നെ ബൗൾക്കം മേടിച്ച് വയ്ക്കാൻ പറ്റുമോ? അച്ഛൻ ഇപ്പൊ ബീഫാന്ന പ്രശ്നം. അച്ഛന് ബീഫ് ആണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അണ്ണാ എവിടുന്നേലും പോയി ഇത്തിരി ബീഫ് വാങ്ങിച്ചു കൂടെ അങ്ങ് തിന്നിട്ടങ്ങ് വഴക്കില്ലാതിരിക്കുമല്ലോ. നിങ്ങൾ ഈ മനുഷ്യന്റെ വായിക്കാത്തോട്ടൊന്ന് നോക്കണം. പാണ്ടിലോറി ഇടിച്ചു പൊളിഞ്ഞ മതില് പോലെ വായിലെ പല്ലിരിക്കുന്നു. ഒരു മുട്ട തിന്നാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഉഴപ്പി തല്ലിയ ഇങ്ങനെ വിഴുങ്ങുന്നത്. ആ മുട്ട തിന്നിട്ട് എന്റെ അടുത്ത് വന്നിച്ച് പറയും മുട്ടക്ക് രുചിയില്ലെന്ന്. കടിച്ച് ചവച്ചരച്ച് തിന്നാലല്ലേ മുട്ടയുടെ രുചി അറിയത്തുള്ളൂ. അത് മാത്രമല്ല, കഷ്ടമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബീഫ് മേടിച്ച് കറി വെച്ച് കൊടുത്തു. അതിലെ ഒരു പീസ് ബീഫ് എടുത്ത് വായിലിട്ട് ചവച്ചത് നിങ്ങളൊന്ന് കാണണം. മെസ്സി ഗോൾ അടിക്കാൻ ബോളുമായിട്ട് കളിക്കുന്ന പോലെ ബീഫ് ഇയാടെ വായി കിടന്ന് കളിക്കുന്നത്. ഈ അണേന്ന് അപ്പുറത്തോട്ട് ചാടും, അപ്പുറത്തണേന്ന് ഇപ്പുറത്തോട്ട് ചാടും. ഇയാടെ ബീഫ് വായിന്ന് തെറിച്ചു പോകാതിരിക്കുള്ള ഗോളി ആരാന്നറിയാം? ആരാണ്? ഇങ്ങേരുടെ നാക്ക്. എന്തുകൊണ്ടാണ് നീ പറയുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്തോ പറയാനെന്ന് പറ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ശരിയാക്കി ഞാൻ നിന്റെ അച്ഛനെ തിന്നാൻ കൊടുത്തു. രാവിലെ 9 മണിക്കാ കൊടുത്തത്. രാത്രി 2:30 അത് തിന്ന് തീർന്ന് എന്റെ പ്ലേറ്റ് കൊണ്ട് തന്നപ്പോ. അണ്ണാ ഇതിന് മാത്രം ബീഫ് പുറത്ത് എന്തിനാണ് തിന്നാൻ കൊടുക്കുന്നത്? കുറച്ച് കൊടുത്താൽ പോരായിരുന്നു. 3 കഷ്ണം ബീഫ് തിന്നാനാ രാത്രി 2:30 വരെ സമയമെടുത്തത്. എന്നിട്ട് എന്നോട് വന്നിട്ട് പറയാണ് എന്നേക്കാൾ പ്രായമുള്ള പോത്തിനെയാണല്ലോ നീ എനിക്ക് കറി വെച്ച് തന്നതെന്ന്. അറിയാവാ, ഇനി ഇപ്പൊ ഞാൻ ബീഫ് ചോദിച്ചിട്ട് കൊടുത്തില്ല, ഇയാൾക്ക് വേറൊരു പരിപാടിയുണ്ട്. എന്തുവാ? ഒരു വലിയ ഓസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തല എന്റെ തലങ്ങണിക്കീരി കൊണ്ട് കെട്ടിവെച്ചിട്ട് മറ്റേ തലയായിട്ട് ഇയാളുടെ റൂമിൽ പോകും. എന്നിട്ട് രാത്രി 12:30 ആകുമ്പോ ആ തലയിലിരുന്ന് എന്റെ തെറി വിളിക്കും. എടാ മരുമന്നാറി, നാളെ എനിക്ക് ബീഫ്, നിന്റെ സ്ഥാനം കടത്തിനയുടെ പുറത്താണ്. അതാകുമ്പോ തെറി വിളിക്കുന്നത് നാട്ടുകാർ കേൾക്കത്തില്ലെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. നിന്റെ അച്ഛൻ സൈക്കോയാടി, നിന്റെ അച്ഛൻ സൈക്കോയാടി, നിന്റെ അച്ഛൻ സൈക്കോ. നീ വല്ല കടത്തിന്റെ കിടന്നുറങ്ങണ്ട നീയാണ്. എടാ നിന്നെ എന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് 4 കെട്ടുള്ള എന്റെ തറവാട്ടിൽ വന്ന് നീ കയറിയത്, അറിയാമോ നിനക്ക്? 4 കെട്ടെന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വരിക്കാശ്ശേരി മനയെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഇവിടെ അമ്മയെ കെട്ടുന്നതിന് മുമ്പ് ഇയാൾ 4 പേരെ വേറെ കെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്ന. അതിന് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് 4 കെട്ട് വീട്. അത് ഇയാൾ തറവാടാക്കി പരിഷ്കരിച്ച് അതെന്താ അന്തസ്സോടെ നിന്ന് പറയുന്നെന്ന് ഒന്ന് കേട്ട് നോക്ക് ചേച്ചി ശാരദ. അണ്ണാ ഇതെല്ലാം പോട്ടെ, ഈ വഴക്കും വക്കാണത്തിനും വന്ന് ഇങ്ങോട്ട് കയറി വന്നേ. അല്ല അണ്ണനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല അണ്ണാ വന്നേ. എന്ത് കാര്യമാണ്? എന്താ കാര്യമാണ്? അത് മറന്നുപോയോ? അണ്ണനോട് ഞാൻ പറഞ്ഞില്ലയോ വില്ലേജ് ഓഫീസിൽ പോയി വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണമെന്ന്? അണ്ണൻ വാങ്ങിച്ചു വെച്ചോണ്ണ. ഇവൻ വില്ലേജ് ഓഫീസിൽ പോയടി. വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഇവൻ കയ്യും വീശി വരുന്നത് ഞാൻ കണ്ടതാ. വില്ലേജ് ഓഫീസിൽ പോയിട്ട് കയ്യും വീശി ഇങ്ങ് പോന്നോ? പിന്നെ നടക്കുമ്പോ കയ്യും കെട്ടിയാണ് നടക്കുന്നത്. കൈ വീശി വീശിയേ ഞാൻ നടക്കാറുള്ളൂ. അതാ ഈ സൂയിത്തൂട്ട്. എടി മോളെ, അതൊന്നും അല്ല കാര്യം. ഇവൻ വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ചോദിച്ചു. ഒരു വരുമാനമില്ലാതെ നിനക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് അവര് പറഞ്ഞു. അങ്ങനെ അവൻ തിരിച്ചു വന്നു. നിന്റെ അച്ഛൻ പറയുന്നൊന്നും വിശ്വസിക്കരുത്. അങ്ങനൊന്നും അല്ല ഇവിടെ നടന്നത്. എന്റെ കൂടെ പഠിച്ച എന്റെ പഴയ കൂട്ടുകാരനാ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുന്നത്. അയ്യോ അണ്ണാ, കൂട്ടുകാരനില്ലയോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരത്തില്ലയോ? അവന്റെ മുമ്പിൽ എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. എന്തോ കാര്യം? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ അവനുമായിട്ട് ബെറ്റ് വെച്ചായിരുന്നു. ഞാനൊരു ജില്ലാ കളക്ടറായിട്ട് അവന്റെ മുന്നിൽ ചെല്ലുന്നു. ഒരു പണിക്കും വേലയ്ക്കും പോകാത്ത നീ എവിടെയാ പിന്നെ ഇതാവാൻ പോകുന്നത്? എടാ നീ ഒരു കാര്യം, സുരേഷ് നിന്നെ പണിക്ക് വിളിച്ചിട്ട് പെയിന്റിങ് പണിക്ക് വെച്ചാൽ നീ എന്താ പോകാഞ്ഞത്? മഴയത്ത് പോയിരുന്ന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പെയിന്റ് ഇളകി തറയെ പോകും. അതാ പിന്നെ വെയിലുള്ളപ്പോ പോകാൻ പോയിരുന്നു. സൂര്യാഘാതം എനിക്ക്
പൊട്ടിയേക്കും. എന്റെ ബ്ലഡും സൂര്യന്റെ ആഘാതവുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാ ഡോക്ടർമാർ പറയുന്നത്. എടാ മഴയും വെയിലും ഇല്ലെങ്കിൽ എന്നാ പിന്നെ മഞ്ഞൾ നിങ്ങൾ പെയിന്റിന്റെ പരസ്യം പറയണോ? മഴയത്തും വെയിലത്തും മഞ്ഞത്തും. എനിക്ക് നല്ല സൗകര്യം ഇല്ലായിരുന്നു. എപ്പോ നോക്കിയാലും തീറ്റയുടെയും പണിയുടെയും കാര്യം പറഞ്ഞാൽ വഴക്കുണ്ടാക്കിയോളും. ഞാൻ വീട്ടിൽ ഇത്രയും ദൂരം വന്ന് പണിയെടുക്കുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാ ഇവിടെ വന്നേക്കോ. രണ്ടു കൂടെ എന്റെ സമാധാനം കളയാൻ വേണ്ടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രണ്ടുപേരും ഇപ്പൊ ഇവിടുന്ന് പൊക്കണം. പറഞ്ഞ മനസ്സിലായോ? പൊക്കോണം വീട്ടിൽ. അച്ഛാ ഞാൻ പറയുവാ, ഈ മാസം ഞാൻ വീട്ടിലോട്ട് വരുത്തില്ല. എനിക്ക് വെച്ചൊരു സമാധാനം വേണം. രണ്ടെണ്ണം കൂടെ ഇറങ്ങിയേക്കോ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട്. മരുമോനെ, എന്താ അമ്മായി അച്ഛ? മോക്ക് നമ്മൾ രണ്ടുപേരും ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നാ തോന്നുന്നു. പിടിച്ചില്ല അണ്ണോ, ഞാൻ പറഞ്ഞില്ല. എന്താ അണ്ണോ, എന്താടി? എന്താന്ന്? അണ്ണാ, ഞാൻ അവിടെ ഒരു കുപ്പിക്കകത്ത് സാധനം വെച്ചിരിക്കുന്ന കണ്ടില്ലെണ്ണ. അത് ശരി. അപ്പൊ മുന്തിരി പഠിക്കാനാന്നും പറഞ്ഞു വന്നിട്ട് സാധനം പഠിക്കലാണ്. എടി കൊച്ചേ, അവിടെ കുപ്പിക്കകത്ത് മൂലയ്ക്ക് വെച്ചിരുന്ന സാധനമാണോ? ആ, അത് നിങ്ങൾ രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരുന്നപ്പം ഞാൻ അതെടുത്ത് കുടിച്ചാടി. എന്റെ തൊണ്ടയിൽ ഇത് മാറ്റാൻ വേണ്ടി എടുത്ത് കുടിച്ചാ. മുന്തിരി ജ്യൂസ് അല്ലായിരുന്നു. വണ്ടി വിളിച്ചോണ്ട് പോകണം. എന്തിന്? ഒരു ആംബുലൻസ് അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം. ആശുപത്രി കൊണ്ടുപോകുന്നത് അച്ഛാ, അത് മുന്തിരി ജ്യൂസ് അല്ലായിരുന്നെന്ന്. കീടത്തിനടിക്കാൻ വെച്ചിരുന്ന മരുന്നായിരുന്നു. അണ്ണാ, വണ്ടി എന്റെ പൊന്നച്ഛ, നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്കൊന്നും പറ്റത്തില്ല. എന്തുവാ? ലോകത്തിലെ ഏറ്റവും വലിയ കീടമാണ് ഈ നിൽക്കുന്നത്. ഇയാൾ ആ മരുന്നെടുത്ത് കുടിച്ചപ്പോഴേ ആ മരുന്നിന്റെ എഫക്റ്റ് പോയി. സാരദേ